എല്ലാവരും ഒരു കല്യാണെങ്കിലും കഴിക്കണം. അതിന്റെ സുഖം വേറെയാ. വീഡിയോയിലേക്ക് സ്വാഗതം. AJ ഡയറീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ബിബിൻ മച്ചാൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ റെഡിയായി, മമ്മി റെഡിയായി, അമ്മ റെഡിയായി, എല്ലാവരും റെഡിയായിട്ട് നേരെ ബിബിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ പ്രയറും കഴിഞ്ഞിട്ട് നേരെ അവിനിശ്ശേരി പള്ളിയിലേക്ക്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഓരോരുത്തരും കാറിൽ കയറാൻ തുടങ്ങി. ബൊക്ക വെച്ച കാർ എവിടെയാണെന്ന് നോക്കി ബിബിനും കയറിയിരുന്നു കാറിലേക്ക്. ഇളക്കി നോക്കിയാൽ മതിയോ? അപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് നേരെ അവിനിശ്ശേരി പള്ളിയിലേക്കാണ്. ഡ്രൈവർ ഹൈമതി ഹായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വിഷുവിൻ്റെ ദിവസം തന്നെ എൻഗേജ്മെൻറ്റ് വെച്ചുകൊണ്ട് എല്ലാവർക്കും വിഷു ആശംസകളും നേർന്ന് കാറിലൊരു അടിപൊളി പാട്ടും വെച്ച് ഒരു 30-40 സ്പീഡിൽ ഞങ്ങൾ നേരെ അവിനിശ്ശേരി പള്ളിയിലേക്ക് വിട്ടു. പള്ളിയിലെത്തിയപ്പോൾ വിശാലമായ പാർക്കിംഗ് ആയിരുന്നു. പക്ഷെ അതിൽ തണൽ എവിടെ കിട്ടുമെന്നായിരുന്നു പിന്നെയുള്ള നോട്ടം. ഞങ്ങളവിടെ എത്തുന്നതിന് മുന്നേ വിമച്ചൻ അവിടെ പള്ളിയിൽ പെണ്ണിനെയും കാത്ത് നിൽപ്പുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടോ നിനക്ക്? എനിക്കിതിന് ടെൻഷൻ. കല്യാണം കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഫോട്ടോസും കുറച്ച് വെറൈറ്റി ഡയലോഗ്സും അവിടെ നിന്ന് അടിച്ചുകൊണ്ട് ബിബിൻ പെണ്ണ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോഴേക്കും പെണ്ണ് വരുന്നു, കാറിൻ്റെ ഡോറ് തുറക്കുന്നു, കൈ പിടിക്കുന്നു, സ്ലോ മോഷനിൽ ഇറക്കുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ സെഷൻ. അപ്പോഴേക്കും ഫാമിലിയുമായിട്ട് പള്ളിയിലേക്ക് ഒരു സ്ലോ മോഷനിലൊരു വോക്ക്. പള്ളിയിലെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ടപ്പുറത്തുള്ള ഹാളിലായിരുന്നു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഭക്ഷണവും ബാക്കി കലാപരിപാടികളും. വെൽക്കം ഡ്രിങ്കും അടിപൊളിയായിരുന്നു. അപ്പോൾ ബിബിൻ്റെ സമ്മതം ആണെന്നൊക്കെ പറിച്ചിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഹോളിലേക്ക്. വെൽക്കം ഡ്രിങ്ക് കഴിച്ചു. ഇനി അവന്മാരെത്തും. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിലെ കലാപരിപാടി. അങ്ങനെ കണ്ണ് ജിമ്മല്ല ബിബിയെ? മുല്ല മുട്ടിച്ചാൽ മതി. നീ ഹായ് ഹായ് പറയല്ലേ? ഭക്തി കുറച്ചുകൂടി വേണം കേട്ടോ. ഭക്തി കുറച്ചുകൂടി വേണം പള്ളിയിൽ. നീ സൂപ്പറാ. നീ നല്ല മണ്ണിയടിയൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്പൊ കുടിക്കണ്ട, ഇനി കുറെ കുടിക്കാനുള്ള. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. കല്യാണം അടുത്ത ആഴ്ചയാണ്. ഇന്നാണ് എൻഗേജ്മെന്റ്. എന്താ നമുക്ക് പറയാനുള്ളത്? എല്ലാവരും ഒരു കല്യാണെങ്കിലും കഴിക്കണം. അതിന്റെ സുഖം വേറെയാ. നോക്കി കൊണ്ടോടാ ബിബിയെ. പ്രൊമോഷനിൽ വെയിലത്ത് ഇറന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഓ ഓ ഓ ഓ ഓ ഈശോ, എന്തൊക്കെ കാണണം, എന്തൊക്കെ കാണണം. ഇനി പൊട്ടിക്കില്ലേ? സെറ്റല്ല പൊട്ടിക്കാൻ? ഞെട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാ ബിബിൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി. ചെക്കന് മധുരം കൊടുക്കട്ടെ. മധുരം കൊടുക്കട്ടെ. പറയടാ, കാണിക്കങ്ങട്. +2 കാണിച്ചില്ലേ അതുപോലെ? ഇങ്ങനെ ഈശോ. ഫോട്ടോ അല്ലേ? ഞങ്ങൾ വീഡിയോൻ്റെ ആൾക്കാരാണ്. നല്ല
തൂവെള്ള പോലത്തെ കുറുവരിയും അതിൻ്റെ കൂടെ മീൻകറിയും പോർക്കും ചിക്കൻ ഫ്രൈയും പിന്നെ പച്ചക്കറിയായിട്ട് സലാഡും അച്ചാറും പയറുപ്പേരും കൂട്ടിയിട്ട് ഒരു പേട അങ്ങോട്ട് പടച്ചു. അങ്ങനെ എൻഗേജ്മെൻറ്റിൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ചെക്കനും പെണ്ണും അവസാന ഫോട്ടോ എടുക്കലാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഫുഡ് അടിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. ഇല്ല, അതിന് മുന്നേ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകും. പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കനെ കയറ്റുന്ന ഒരു ചടങ്ങുണ്ട്. നോക്കണം പോലില്ല. പെണ്ണിന്റെ മാലിടിക്കട്ടെ. ഞങ്ങൾക്ക് കിട്ടില്ല സുധി. ഇറങ്ങടാ, മതി. ബാക്കി അടുത്ത ആഴ്ച ടാറ്റ കൊടുത്ത് പിന്നെ കൊണ്ടുപോട്ടെ. മതി. അപ്പൊ ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ, കൈ കൊടുക്ക ബിബിയെ. കല്യാണ ചെക്കനെ യോ അതന്നെ യോ എന്ന് പറഞ്ഞു. ലെൻസ് വെച്ചിട്ടുണ്ട്. നീ അറിയണതാ കോങ്കണ്ണ അവിടെ. പറയാൻ വേണ്ടി നിൽക്കണേ. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഭയങ്കര ചൂട്. ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു എൻഗേജ്മെന്റ്? എങ്ങനെയുണ്ടായിരുന്നു എൻഗേജ്മെന്റ്? അടിപൊളിയായിരുന്നു. ഐസ്ക്രീം അടിപൊളിയായിരുന്നു. ഭക്ഷണം പോർക്കിറച്ചിയും ചിക്കൻ ഫ്രൈയും പച്ചക്കറിയും കൂട്ടിയിട്ട് ഒരു പിടുത്തം. അത് വാറായി. നീ ബാക്കി വീട്ടിലെത്തിയിട്ട് ബിബിനൊന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം.